ഒരുമാതിരി ജീവിക്കാൻ സമ്മതിക്കാത്ത അവസ്ഥയാണ്. ഉള്ള കാര്യം പറയാലോ. സമാധാനമായ അലങ്കോലമായ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ ഹോസ്റ്റൽ വാടം വന്നിട്ട് പറഞ്ഞത് മര്യാദയ്ക്ക് റൂമെന്ന് ഇറങ്ങിക്കോണെന്നുള്ളത്. കേട്ടപ്പോൾ അത് കേൾക്കാത്തപടി അധികം ഡിപ്രഷൻ അടിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. എന്റെ പെട്ടിയെടുക്കാൻ വേണ്ടി ക്ലിങ്കോ എന്ന് ഞാൻ ചാടിക്കൊണ്ടിരിക്കുന്നില്ല. അധികം അത് മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ ഞാൻ അധികം ഒരു മര്യാദയ്ക്കൊന്ന് എടുത്തെന്ന് പറഞ്ഞപ്പോൾ ഒരു കോലും ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് മൂപ്പര ഇളക്കി. ഹിഷ്മതി അതിന്റെ പെട്ടി ഇടുന്നു, നേരെ തുറക്കുന്നു, അതിന്റെ ഉള്ളിലേക്ക് ഡ്രസ്സുകൾ വാരിപ്പറിക്കി അറിഞ്ഞപ്പറിച്ച് വലിച്ചു വാരി ഇടുന്നു. കാരണം നമുക്ക് പിന്നെ ഒരുപാടൊന്നും പാക്ക് ചെയ്യാനൊന്നുമില്ലല്ലോ, എന്തോ ചെയ്യുമെന്ന് പറഞ്ഞ് നോക്കണേ. എല്ലാം കഴിഞ്ഞ് പെട്ടി പൂട്ടുന്നു, ഗിംബലിന്റെ പെട്ടി തുറക്കുന്നു, അതിന്റെ അകത്തേക്ക് സാമാനങ്ങളെല്ലാം കയറ്റി വെക്കുന്നു, അതും അടയ്ക്കുന്നു. പിന്നെ നിങ്ങളായിട്ട് വാങ്ങി തന്ന എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്ലേ ബട്ടൺ എടുക്കുന്നു, പെട്ടി പാക്ക് ചെയ്ത് നേരെ കയ്യിലെടുക്കുന്നു. അപ്പോഴാണ് അവിടെ വേറെ സാധനം കണ്ടത്. ഇവിടെ പറയുകയാണോ എന്നുള്ള ബീജം എന്റെ മനസ്സിൽ തന്നെ ഞാൻ ഇട്ടിട്ട് നേരെ റൂം അടച്ച് നേരെ ലിഫ്റ്റിലേക്ക് കയറി സംഭവം സാമാനം അടച്ച് നേരെ മേലേക്ക് എത്തിയപ്പോൾ അവിടെ ഒരു പ്രേതം നടന്നുകൊണ്ടിരിക്കുന്നു. ആരാ നോക്കിയപ്പോ ആരുടെ ഈ മാക്സ് ഇട്ട പ്രേതം നോക്കിയപ്പോൾ അദീംക്കായിരുന്നു. എന്തായാലും അദീംക്കായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി കുറച്ച് നേരം അവിടെ സൊള്ളിയും കൊണ്ട് നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്ക് തന്ന പുതിയ റൂമിന്റെ മുന്നിലുള്ളത് മൊത്തം ഗേൾസ് ഹോസ്റ്റൽ അടത്രേ. നിങ്ങൾക്ക് വായ നോക്കാൻ ഒരു അവസരം തന്നിരിക്കുകയാണ്. ബാക്കി റൂം സെറ്റിംഗ്സുമായി നാളെ വരെ. അപ്പൊ ഇന്നത്തെ പരിപാടി സബ്സ്ക്രൈബ് ചെയ്തിട്ട്